ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സെക്കൻഡ് വീക്ക് ഓഫ് ലോക്ക്ഡൌൺ. അപ്പോൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് മെയ്ഡ്സ് ഒന്നും ഇല്ലാത്തത് കാരണം ഒരു ദിവസത്തെ ഫുൾ പണി ചെയ്യാമെന്ന് ഹോഗൻ സമ്മതിച്ചിരുന്നു. ഏതായാലും പറഞ്ഞു പോയത് കൊണ്ട് മാത്രം അതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഹോഗൻ ഏറ്റുപോയത് കൊണ്ട് മാത്രം ഈ പണികളൊക്കെ ചെയ്യേണ്ടി വരണ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയും എക്സ്പ്രഷനുമാണ് ഹോഗന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്ത് മണിയായിട്ടും പോത്തുപോലെ കിടന്നുറങ്ങുന്ന നിവാൻ. അടിച്ചുവാരി തുടയ്ക്കൽ, പാത്രം കഴുകൽ മുതൽ സോനുവിന്റെ ഹെയർ കട്ട് വരെ അന്നത്തെ ദിവസം ചെയ്യേണ്ടി വന്നു. അപ്പൊ രാവിലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. സോനു ഏതായാലും രാവിലെ തന്നെ കാർട്ടൂണിന്റെ മുമ്പിൽ കിടപ്പായി. അപ്പൊ ഇന്നത്തെ ഷെഫും റെഡി. പാലക് പരാഠ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. കൂടെ ഹെൽപ്പിന് ഞാനും കൂടിയിട്ടുണ്ട്. ഇന്നലെ പോയി ക്യാരറ്റും ബ്രൊക്കോലിയും പച്ചമുളകും ബീൻസും പാലക്കും സ്പ്രിംഗ് ഓണിയനും ടൊമാറ്റോസും ഒക്കെ മേടിച്ചോണ്ട് വന്നു. ഇപ്പൊ അതിനെ നല്ല ഭംഗിയായിട്ട് കഴുകിയെടുത്ത്, ഏതായാലും പച്ചക്കറികളിലൊക്കെ കൊറോണ ഉണ്ടെന്നുള്ള ഒരു പേടി കാരണമായിരിക്കും ഭയങ്കരമായിട്ടാണ് കഴുകണത്. പച്ചക്കറികൾ മുറിക്കണതാണെങ്കിൽ പിന്നെ സ്കെയിൽ വെച്ച് മുറിക്കണ പോലെ എല്ലാം ഒരേ സൈസിലാണ് മുറിക്കുന്നത്. അപ്പൊ ഫൈനലി എല്ലാ വെജിറ്റബിൾസും കൂടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഐറ്റം പോച്ച്ഡ് എഗ്. അപ്പൊ എവിടെയോ പോയപ്പോ ഈ സംഭവങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതൊന്നും കഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇവനാണ് അവൻ. പാലക് പരാഠ, ബേക്ക്ഡ് വെജിറ്റബിൾസ്, പോച്ച്ഡ് എഗ്. പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ അറിയാൻ മേലാന്ന് വിചാരിച്ചത് അതൊക്കെ കഴിക്കാനും കൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നു. രാവിലത്തെ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇനി തനി നാടൻ ലഞ്ചിലോട്ടാണ് ഒരു പിടുത്തം. ദാൽ തടുക്കയാണ് ഫസ്റ്റ് ഐറ്റം. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റേറിയൻ വിഭവമാണ് അവിയൽ. അപ്പൊ ഇനി അതാണ് അടുത്ത പരിപാടി. ഇതെല്ലാം കണ്ടു നിന്ന സോനു സൈ കെട്ടുപോയി. പപ്പയ്ക്കാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന വിചാരത്തോടെ ഈവനിങ് മാഗി അവന്റെ വക. ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗ് നടത്തുന്ന ഹോഗൻ. നടപ്പാക്കലിൽ കാണാത്ത അനുഭവമാണ് ഇതുവരെ മുന്നിലുള്ളത്. മദ്യം കേരളത്തിൽ നിരോധിത വസ്തുവല്ല. എന്നിട്ട് വീട്ടിലിരുന്ന് കളിക്കാവുന്ന ഇരിക്കലിക്കളി, ചീട്ടുകളി, പിന്നെ പാമ്പും കോണി, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ആഴ്ചത്തെ ഒരു ടൈം പാസ്. ഇതൊക്കെ തന്നെ ആണെങ്കിലും വെളിയിലെങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് ആകെ ബോറായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ഇതിനുള്ള ഒരു സൊല്യൂഷൻ. ഈ കൊറോണയിൽ നിന്നും നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമ്മൾ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫായ ഒരു മാർഗം. പലരും പറയണത് പോലെ നമ്മുടെ പ്രകൃതിയോടുള്ള ഒരു അതിക്രമണം കാരണമായിരിക്കാം ഇതുപോലെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേച്ചറിനോടുള്ള ഒരു ചെറിയ കോൺട്രിബ്യൂഷനാണ് ഈ ഗാർഡൻ. അപ്പൊ ഈ ലോക്ക്ഡൗണിലും അതിന് വേണ്ടിയുള്ള ഒരു മെയിൻ്റനൻസ് ഞങ്ങൾക്കും ടൈം കിട്ടി. ഇതിന്റെ ഇടയ്ക്ക് കൊഴുക്കട്ട പെരുന്നാളും വന്നുപോയി. സാധാരണ ഈ സമയങ്ങളിൽ എല്ലാ പാരൻസും സീരിയൽ കാണുന്നതിലായിരിക്കും ബിസി. നമ്മളും നമ്മുടേതായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. ഏതായാലും ഈ ലോക്ക്ഡൗൺ കാരണം നമുക്കും ലാവിഷ് ടൈം സീരിയലുകളും ഇല്ല,
അതുകൊണ്ട് ലാവിഷ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടും ഇഷ്ടം പോലെ ടൈമാണ്. ഏപ്രിൽ 5-ാം തീയതി രാത്രി 9 മണിക്ക് മോദിജി പറഞ്ഞതനുസരിച്ച് എല്ലാവരും ലൈറ്റ്സ് ഓഫ് ചെയ്ത് വിളക്ക് കൊളുത്തി. അതിന്റെ നാസിക്കിലെ ഞങ്ങളുടെ ഏരിയയിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കനക നിവാരണ ഉറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അപ്പം ഈ വിശ്വാസത്തോടെ ഞങ്ങളും മോദിജിയോടൊപ്പം 5-ാം തീയതി രാത്രി 9 മണിക്ക് 9 മിനിറ്റിന് വിളക്ക് കൊളുത്തി രാജ്യത്തോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ സപ്പോർട്ട് അറിയിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് വീക്ക് ഓഫ് ലോക്ക്ഡൌൺ വിശേഷങ്ങൾ. നിങ്ങൾ എല്ലാവരും കണ്ട പോലെ ഈ വീക്ക് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനും പഴയ നൊസ്റ്റാൾജിക് ഗെയിംസ് കളിക്കാനും പിന്നെ ഫാമിലിയോടൊപ്പം ഡിസ്കഷൻസിനും പിള്ളേരോടൊപ്പം കളിക്കാനും ഒക്കെയാണ് ഞങ്ങൾ ഈ വീക്ക് യൂട്ടിലൈസ് ചെയ്തത്. പലപ്പോഴും നമ്മുടെ ബിസി ഷെഡ്യൂള് കാരണം നമുക്ക് ഇതിനൊന്നും ടൈം കിട്ടാറില്ല. അപ്പൊ ഈ ലോക്ക്ഡൌൺ നമുക്ക് അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. കൊറോണയിൽ പല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നമുക്ക് വരണുണ്ടാവും. എങ്കിൽ പോലും ഈ ലോക്ക്ഡൌണിൽ നമുക്ക് ഈ പോസിറ്റീവ് കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളെല്ലാവരും ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒട്ടും പാനിക് ആകേണ്ട ആവശ്യമില്ല. എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇനി അങ്ങോട്ട് ഈസ്റ്റർ, വിഷു ദിനങ്ങളാണ്. പക്ഷെ നമുക്ക് എല്ലാ വർഷവും പോലെ അത് ആർഭാടമായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും എല്ലാവരും അവനവന്റെ വീട്ടിൽ അവനവന്റെ ഫാമിലി മെമ്പേഴ്സോടൊപ്പം ഇരുന്ന് സേഫും ഹെൽത്തിയുമായ ഈ ഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹെൽത്തി ഈസ്റ്റർ, വിഷു ആശംസകൾ. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.